മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ പ്രതിഷേധിച്ച് സമരക്കാർക്കെതിരെ പരാതി. മകളെ ടെസ്റ്റിനെത്തിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനാണ് വലിയതുറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. മകളെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. എൻ്റെ മകളുടെ ലേണേഴ്സ് ലൈസൻസ് ഈ ആഴ്ച തീരുകയാണ്. അപ്പം പഠിപ്പിച്ച ഡ്രൈവിംഗ് സ്കൂളുകാരനെ അറിയിച്ചത് അദ്ദേഹം ടെസ്റ്റിന് സഹകരിക്കുന്നില്ല, ഒരു ബഹിഷ്കരണമാണെന്നാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മോളുമായിട്ട് ടെസ്റ്റിന് വന്നു. എന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ടെസ്റ്റ് ബഹിഷ്കരിക്കാനും പഠിപ്പിക്കാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ ടെസ്റ്റിന് വരുന്നവരെ ആക്രമിക്കാനും അവരെ തടയാനും അവരെ അസഭ്യം പറയാനും അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വേണ്ടെന്ന് പറയാനൊന്നും ഇവർക്ക് യാതൊരു അവകാശവുമില്ല. ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശക്തമായ രീതിയിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇതൊന്നും അംഗീകരിച്ച് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. പിന്നെ എൻ്റെ മകള് അവർ തെറി വിളിക്കുകയും കൂക്കി വിളിക്കുകയൊക്കെ ചെയ്ത കാരണം ആകെ സംഭീതയായി ടെസ്റ്റ് ഫെയിലാവുകയും ചെയ്തു. അതിൽ എനിക്ക് നിരാശയില്ല. ഇത് മറ്റുള്ളവർ നാളെ വന്ന് ടെസ്റ്റ് എടുക്കാനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ കരുതുന്നു. അശ്വിൻ ഡിയാഗോ നൽകും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ. അശ്വിൻ, നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ് ഇത്തരത്തിൽ ടെസ്റ്റിനെത്തിയവരുടെ വാഹനം തടയുകയും വലിയ വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തന്നെ, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ തന്നെ പരാതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഇതിൽ സമരം തുടരുമ്പോൾ ഈ അപേക്ഷകരുടെ കാര്യത്തിൽ എന്താണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു നിലപാട്? വിനിത, നിലവിൽ ഇന്നു മുതൽ ടെസ്റ്റ് പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണതോതിൽ ഒരു ട്രാക്കിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇന്ന് ടെസ്റ്റിനായി എത്തിയത് 3 പേരാണ് മുട്ടത്തറയിൽ. ഇതിൽ ആദ്യം എത്തിയത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ കുട്ടി നേരത്തെ 2 തവണ ഇത്തരത്തിൽ ടെസ്റ്റിനായി എത്തിയിരുന്നുവെങ്കിലും ഫെയിലായിരുന്നു. ഇതോടെയാണ് ഈ ടെസ്റ്റിംഗ് കാലാവധി, ഈ ലേണേഴ്സ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ കുട്ടിയുമായി ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഈ വിനോദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഇത്തരത്തിൽ ടെസ്റ്റിനായി എത്തിക്കുന്നത്. ഈ കുട്ടി സ്വന്തം കാറിലാണ്, ഈ ഉദ്യോഗസ്ഥന്റെ കാറിലാണ് ഈ കുട്ടി എത്തിയത്. ഈ ആദ്യം മുതൽ തന്നെ ഈ കുട്ടി എത്തുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഈ സമരക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ MBD ഗ്രൗണ്ടിന് തൊട്ടുപിന്നിൽ, മുട്ടത്തറയുള്ള MBD ഗ്രൗണ്ടിന് തൊട്ടു മുന്നിൽ പന്തൽ കെട്ടിയുള്ള സമരത്തിലാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെല്ലാം തന്നെ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ രാവിലെ തന്നെ റോഡ് ടെസ്റ്റ് പൂർത്തിയാക്കി ഈ വാഹനവുമായി മുട്ടത്തറയിലേക്ക് എച്ചിനു വേണ്ടി എത്തുന്നത്. എച്ചിനു വേണ്ടി എത്തുന്നത് മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇവർക്ക് നേരിടേണ്ടി വന്നത്. ഇവരുടെ വാഹനത്തിൽ അടിച്ച് തടയുകയും മാത്രമല്ല, ഇവരുടെ വാഹനത്തിൽ തടയുമ്പോൾ തന്നെ ഈ കുട്ടിക്കെതിരെയും ഈ ഉദ്യോഗസ്ഥരെതിരെയും അസഭ്യം പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഒരു വിധത്തിലും ഈ വാഹനവുമായി അകത്തേക്ക് കയറ്റാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലായിരുന്നു സമരക്കാർ ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ ബലം പ്രയോഗിച്ച് മാറ്റുകയും ഈ വാഹനം എച്ച് ടെസ്റ്റിന് വേണ്ടി അകത്തേക്ക് കയറ്റുകയും ചെയ്തത്. ഈ എച്ച് ടെസ്റ്റ് നടക്കുമ്പോൾ തന്നെ ഈ കുട്ടി ഫെയിലാവുകയായിരുന്നു. കാരണം ഈ ടെസ്റ്റ് ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ പുറത്തുനിന്ന്, ഈ ഗേറ്റിന് പുറത്തുനിന്ന് വലിയ രീതിയിലുള്ള കൂക്കിവിളിയും അസഭ്യവുമാണ് ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. ഈ ഒരു സമ്മർദ്ദം മൂലമാണ് ഈ കുട്ടി ഫെയിലായത് എന്നാണ് ഈ മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഈ വലിയതുറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ടെസ്റ്റിനെത്തിയ തന്നെയും മകളെയും ഈ സമരക്കാർ ആക്രമിച്ചു, മകളെ അസഭ്യം പറയുകയും ഇത്തരത്തിൽ വലിയ രീതിയിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. ഈ പരാതിയിൽ ഈ പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കണ്ടാലറിയാവുന്നവർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ സമരക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഈ മുട്ടത്തറയിൽ ടെസ്റ്റ് അനുവദിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു സമരക്കാർ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരാളെങ്കിലും ടെസ്റ്റിനെത്തിയാൽ ഈ ലേണേഴ്സ് ടെസ്റ്റ് നടത്തും എന്നൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു, ഈ പരിഷ്കരിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കും എന്നൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു MBD ഉണ്ടായിരുന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാളെങ്കിലും ടെസ്റ്റിന് എത്തുന്നതിന് വേണ്ടി ഇതൊരു പ്രചോദനമാവുമെങ്കിൽ ആവട്ടെ എന്നാണ്. അതിനുവേണ്ടിയാണ് മകളെ കൊണ്ടുവന്നത്. മാത്രമല്ല, ഈ ലേണേഴ്സ് കാലാവധി 2 ദിവസത്തിനകം കഴിയുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഒരു ഗുണ്ടകളെ പോലെയാണ് ഇവർ പെരുമാറുന്നത്. ഇത് അനുവദിക്കാനാകില്ല. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും പോലീസിന്റെ ഭാഗത്തു നിന്നും ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ സജ്ജീകരണങ്ങൾ ഒരുക്കും. സർക്കാർ ഭാഗത്തു നിന്നും ഇതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നതടക്കം അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും 80,000-ഓളം ആളുകളാണ്, ഒരു അപേക്ഷകരാണ് ഈ ഒരു അവസരം കഴിഞ്ഞ 8-9 ദിവസങ്ങളായി നടക്കുന്ന ഈ സമരത്തെ തുടർന്ന് അവസരം നഷ്ടമായത്. ഇവർക്ക് വീണ്ടും ഇതിനുള്ള ടെസ്റ്റിനുള്ള ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്ത് വരേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു അനിശ്ചിതം തുടരുമ്പോൾ തന്നെ ഗതാഗത മന്ത്രി വിദേശത്താണ്. അദ്ദേഹം തിരിച്ചെത്തിയാൽ മാത്രമേ ഇതിൽ മറ്റു തുടർ നടപടികൾ എന്താകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കൂ. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും ഈ ടെസ്റ്റിന് എത്തിയ
പെൺകുട്ടിയുടെ പിതാവ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.